ടെക് വാർത്തകൾ. നെറ്റ്ഫ്ലിക്സിനെതിരെ അന്വേഷണവുമായി കേന്ദ്ര സർക്കാർ. വിസ ലംഘനങ്ങളും വംശീയ വിവേചനവും അന്വേഷിക്കും. അമേരിക്കൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുന്നതായി റിപ്പോർട്ട്. വിസ ലംഘനങ്ങളും വംശീയ വിവേചനവും അടക്കമുള്ള ആരോപണങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. നെറ്റ്ഫ്ലിക്സിന്റെ മുൻ ബിസിനസ് ആൻഡ് ലീഗൽ അഫയേഴ്സ് ഡയറക്ടർ നന്ദിനി മേത്തയ്ക്ക് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അയച്ച ഇമെയിലിലാണ് അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. വിസ ലംഘനം, നികുതി വെട്ടിപ്പ്, വംശീയ വിവേചനങ്ങൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ക്രമക്കേടുകളെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ അന്വേഷിക്കുന്നതായാണ് മെയിൽ വ്യക്തമാക്കുന്നത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി നന്ദിനി മേത്ത പറഞ്ഞു. അനധികൃതമായി പിരിച്ചുവിട്ടതിനും വംശീയ ലിംഗ വിവേചനത്തിനും കമ്പനിക്കെതിരെ അമേരിക്കയിൽ കേസ് നടത്തുകയാണെന്നും നന്ദിനി മേത്ത വ്യക്തമാക്കി. അതേസമയം ഇന്ത്യൻ സർക്കാർ ഇത്തരമൊരു അന്വേഷണം നടത്തുന്നതായി അറിവില്ലെന്ന് നെറ്റ്ഫ്ലിക്സ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെൽത്ത് ടെക് മേഖല AI-യിലേക്ക് ചുവടുമാറുന്നു. ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയം സുഗമവും കാര്യക്ഷമമാക്കുന്നതിനാണ് AI ഉപയോഗിക്കുന്നത്. ഭാഷാ മോഡലുകൾക്കൊപ്പം AI-യിലേക്കുള്ള ചുവടുമാറ്റം വെൽത്ത് ടെക് മേഖലയുടെ ഇന്ത്യയിലെ പെട്ടെന്നുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഈ മേഖലയിലെ ടെക് സ്റ്റാർട്ടപ്പുകൾ റോബോ അഡ്വൈസറിക്കും ആൽഗോരിതവുമായി ബന്ധപ്പെട്ട ട്രേഡിംഗിനും അപ്പുറത്തേക്കുള്ള വികസനമാണ് വെൽത്ത് ടെക് ലക്ഷ്യമിടുന്നത്. അതിനായി വിപണി വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ക്ലയന്റുകൾക്ക് സേവനം നൽകുന്നതിനുമാണ് ChatGPT പോലുള്ള AI മോഡലുകൾ ഉപയോഗിക്കുന്നത്. ഈ രംഗത്തുള്ള സ്റ്റാർട്ടപ്പുകൾ ഒന്നിലധികം ഫംഗ്ഷനുകളിൽ AI ഉപയോഗിക്കുന്നു. ഇത് പലപ്പോഴും പ്രാരംഭ ദശയിലാണെന്നാണ് വ്യവസായ മേഖല പറയുന്നത്. US-ൽ AI ഉപയോഗിച്ച് നോൺ ലീനിയർ റിഗ്രഷൻ മോഡലുകൾ പഠിപ്പിക്കുന്നതിനും ലാംഗ്വേജ് മോഡലുകളുടെ വികസനത്തിനും ഗവേഷണങ്ങൾ നടക്കുന്നു. സാമ്പത്തിക സേവനങ്ങളിൽ AI വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഡാറ്റാ സുരക്ഷയും രഹസ്യ സ്വഭാവവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇനിയും പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. നിക്ഷേപ ഉപദേഷ്ടാക്കൾ നിക്ഷേപ ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കാൻ AI ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു നിരാകരണം ഒപ്പം ചേർക്കണമെന്നാണ് സെബി നിർദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുമായി പങ്കാളിത്തത്തിന് തയ്യാറെന്ന് NVIDIA CEO ജെൻസൺ ഹുവാങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞരുടെ നാടുകൂടിയാണ് ഇന്ത്യയെന്നും അതിനാൽ പങ്കാളിത്തം മികച്ച അവസരമാണെന്നും ഹുവാങ് വ്യക്തമാക്കി. ഇന്ത്യയുടെ വികസനത്തിൽ AI കൊണ്ടുവരാനുള്ള മോദിയുടെ ആവേശത്തെയും കാഴ്ചപ്പാടിനെയും അദ്ദേഹം പ്രശംസിച്ചു. ചർച്ചകളിൽ പ്രധാനമന്ത്രി സാങ്കേതിക വിദ്യ, AI, അതിൽ ഇന്ത്യയുടെ സാധ്യതകൾ, അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ താൽപര്യം കാണിച്ചതായും അദ്ദേഹം നല്ലൊരു വിദ്യാർത്ഥിയാണെന്നും ഹുവാങ് പറഞ്ഞു. പ്രധാനമന്ത്രി ആരോഗ്യം, സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലകളിലുടനീളം വികസനത്തിനായി AI പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതായും ഹുവാങ് വ്യക്തമാക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു പുതിയ വ്യവസായം കൂടിയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയുടെ പുതിയ മുഖമായി AI മാറ്റുന്നതിന് NVIDIAയുമായുള്ള പങ്കാളിത്തത്തിന്റെ ആവശ്യകതയും ഹുവാങ് ചൂണ്ടിക്കാണിച്ചു. അതേസമയം AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക മേഖലകളുമായി ബന്ധപ്പെട്ട് ഉച്ചകോടിയിൽ ചർച്ച നടന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. TSMCയും സാംസങ്ങും UAE-യിൽ ചിപ്പ് നിർമ്മാണ ഫാക്ടറികൾ സ്ഥാപിക്കും. പദ്ധതിക്ക് $100 ബില്യൺ ചെലവ് വരുമെന്ന് കണക്കാക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളാണ് TSMCയും സാംസങ്ങും. UAE-യിൽ $100 ബില്യൺ ചിപ്പ് നിർമ്മാണ ഫാക്ടറികളാണ് ഇരു കമ്പനികളുടെയും ഉടമസ്ഥതയിൽ നിലവിൽ വരുന്നത്. ആഗോള ചിപ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചിപ്പിന്റെ വില കുറയ്ക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. TSMCയിലെ ഉയർന്ന എക്സിക്യൂട്ടീവുകൾ UAE സന്ദർശിച്ചു. കമ്പനിയുടെ തായ്വാനിലെ അത്യാധുനിക പ്ലാന്റിന് സമാനമായ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തി. പദ്ധതിക്ക് UAE ധനസഹായം നൽകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. സാംസങ് ഇലക്ട്രോണിക്സും UAE-യിൽ പുതിയ ചിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിഗണിക്കുന്നതായാണ് സൂചന. സാംസങ് എക്സിക്യൂട്ടീവുകൾ UAE സന്ദർശിച്ചതായും ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ വാർത്തകളോട് സാംസങ് ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2 വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്ക് ആദ്യ സ്റ്റാർഷിപ്പ് അയക്കുമെന്ന പ്രഖ്യാപനവുമായി ഇലോൺ മസ്ക്. എക്സിലെ പോസ്റ്റിലൂടെയായിരുന്നു മസ്കിന്റെ വെളിപ്പെടുത്തൽ.
ചൊവ്വയിലേക്കുള്ള ആദ്യ സ്റ്റാർഷിപ്പ് ദൗത്യം 2 വർഷത്തിനുള്ളിൽ നടക്കുമെന്ന് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. അടുത്ത എർത്ത് മാർസ് ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ ആളില്ലാ സ്റ്റാർഷിപ്പ് വിക്ഷേപിക്കുമെന്നാണ് മസ്കിന്റെ പ്രഖ്യാപനം. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ഏറ്റവും കുറഞ്ഞ അളവിൽ ഇന്ധനം ഉപയോഗിച്ച് പേടകത്തെ എത്തിക്കാൻ അനുയോജ്യമായ സമയമാണ് എർത്ത് മാർസ് ട്രാൻസ്ഫർ വിൻഡോ. ഓരോ 26 മാസം കൂടുമ്പോഴാണ് ഈ സമയം. ചൊവ്വയിൽ ഇറങ്ങാനുള്ള സ്റ്റാർഷിപ്പിന്റെ കഴിവ് പരിശോധിക്കുന്നതിനാണ് ഈ ദൗത്യമെന്നും ഇത് വിജയകരമായാൽ അടുത്ത 4 വർഷങ്ങൾക്കുള്ളിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ വഹിച്ചുള്ള സ്റ്റാർഷിപ്പ് പേടകം വിക്ഷേപിക്കുമെന്നും മസ്ക് വ്യക്തമാക്കി. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള യാത്രകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും 20 വർഷം കൊണ്ട് ചൊവ്വയിൽ സുസ്ഥിരമായൊരു നഗരം സ്ഥാപിക്കാനുമാണ് മസ്ക് ലക്ഷ്യമിടുന്നത്. കൂടാതെ ചൊവ്വയിൽ ഇറങ്ങുന്ന ആദ്യത്തെ അൺക്രൂഡ് സ്റ്റാർഷിപ്പ് 5 വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും മസ്ക് പറഞ്ഞു. മൃഗങ്ങളെ സ്പേസിലേക്ക് അയക്കുന്ന മിഷനെയാണ് അൺക്രൂഡ് സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. അതേസമയം 7 വർഷത്തിനുള്ളിൽ മനുഷ്യൻ ചൊവ്വയിൽ ഇറങ്ങുമെന്നും മസ്ക് എക്സിൽ കുറിച്ചു. ജൂണിൽ ഒരു സ്റ്റാർഷിപ്പ് റോക്കറ്റ് സുരക്ഷിതമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലാൻഡിംഗ് ചെയ്തിരുന്നു. മസ്ക് സ്റ്റാർഷിപ്പ് പര്യവേഷണങ്ങളിലൂടെ വരും വർഷങ്ങളിൽ ചന്ദ്രനിലേക്ക് ആളുകളെയും ചരക്കുകളെയും അയക്കാനും ചൊവ്വയിലേക്ക് പറക്കാനും കഴിവുള്ള ബഹിരാകാശ പേടകം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.